ഭക്ഷണം കഴിക്കാൻ വരണില്ലേ? എന്താ എന്ത് പറ്റി? ഒന്നുമില്ലമ്മ. കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എത്ര നേരമൊക്കെ എടുത്ത് വിളിക്കുന്നത്. എല്ലാം എൻ്റെ മോൻ്റെ വിധി. അന്നേ ഞാനവനോട് പറഞ്ഞ ഈ ബന്ധം വേണ്ട വേണ്ടെന്ന്. അന്നപ്പോൾ അവന് ഇഷ്ടമുള്ള പെണ്ണിനെ മാത്രമേ കെട്ടത്തുള്ളൂ. വീട്ടുകാർ പറയണ കേൾക്കാണ്ട് പോയി കെട്ടി. ഇപ്പം എന്തായി? ഒരു തലമുറ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാണ്ടായില്ലേ? ആരോട് പറയാനാ? എൻ്റെ വിഷമം ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞു തീർക്കുന്നത്. എന്തൊരു വിധിയാ ദൈവമേ ഇത്. ശരി അമ്മായി. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നിങ്ങളോട് ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ചോദിക്കണില്ല എന്ന് വിചാരിച്ചായി. വിശേഷമായില്ലേ എന്ന് എനിക്ക് ചോദിച്ച് മടുത്തു. ഞാൻ തന്നെ നാണക്കേടായി. വേറൊരു കാര്യം പറഞ്ഞേക്കാം. ദൈവവിശ്വാസം നല്ലോണം വേണം. ദൈവത്തോട് പ്രാർത്ഥിക്കുക. പിന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യും. ഇത്തിരി ദാനം കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ഈ അർത്ഥ കൈക്ക് ഉപ്പ് കഴിക്കാത്ത പോലെ ഇരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം എന്തെങ്കിലുമൊക്കെ അനുഗ്രഹിക്കാണ്ടിരിക്കില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോഴെങ്കിലും വിശേഷമായത് കേൾക്കാൻ പറ്റട്ടെ. എടി, ഞാൻ പറഞ്ഞ നീ ഒന്ന് കേൾക്ക്. ഞാൻ പല ആൾക്കാർക്കും സജസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഡോക്ടറെ. നീ ഈ ഡോക്ടറെ അടുത്തൊന്ന് പോയി നോക്ക്. എനിക്കറിയാം, നീ കുറേ ഡോക്ടർമാരെ കണ്ടിട്ടൊന്നും എനിക്കറിയാം. എന്നാൽ നീ ഈ ഡോക്ടറെ കൂടെ ഒന്ന് കണ്ടു നോക്ക്. ഞാൻ പറഞ്ഞിട്ട് കുറേ പേര് ഡോക്ടറെ അടുത്ത് പോയി കണ്ടിട്ട് കൊച്ചുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ വിശ്വസിക്കേ. നോക്കാം. നോക്ക്. ഈ പ്രാവശ്യം എന്തായാലും ഈ ഡോക്ടറെ അടുത്ത് പോയി നോക്ക് കേട്ടോ. ശരി എന്നാ. ഇങ്ങനെ ചേച്ചിയുടെ കുഞ്ഞിനെ എടുത്തോണ്ട് നടന്നാൽ മതിയോ? ഒരു കുഞ്ഞൊക്കെ വേണ്ടേ? എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ കളിപ്പിച്ചുകൊണ്ട് നടന്നാൽ ഒന്നും ആവത്തില്ല കേട്ടോ. സ്വന്തമായിട്ട് കുഞ്ഞുങ്ങൾ വേണം. ഇനിയിപ്പോൾ എന്ത് പറയാനാ? എത്ര കാലമായി ഞങ്ങൾ പറയുന്നു. ഇതിനൊക്കെ നിങ്ങൾക്കും വേണം കുറേ ചിന്തയൊക്കെ. ആരോട് പറയാനാ? ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ അടുത്ത് ഇവിടെ ഒന്നും പറയണ്ട. എന്നെ ഉപേക്ഷിക്ക്. എനിക്ക് കുറ്റപ്പെടുത്തലും പഴിയും കേട്ട് നിൽക്കാൻ പറ്റണില്ല. സഹിക്കാൻ പറ്റുമെന്നുകൊണ്ട് പറയണേ. എൻ്റെ കുഴപ്പം കൊണ്ടല്ലേ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവത്തെ. അപ്പം എന്നെ ഉപയോഗിച്ച് ഏട്ടന് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. എന്തിനാ ഞാൻ ഏട്ടൻ്റെ ജീവിതം കൂടെ നശിപ്പിക്കണേ? എനിക്ക് വയ്യേനി. നീ ആദ്യം നിന്റെ കരച്ചിൽ വർത്തിക്കേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. എത്രയോ പേർ കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾ ചിലപ്പോൾ കുറേ കഴിഞ്ഞെന്ന് വെച്ചാലും എന്നാലും ക്ഷമിച്ച് കാത്തിരിക്കാം. നമുക്കും ഒരു കുഞ്ഞുണ്ടാവും. ആരെന്തു വേണേലും പറഞ്ഞോട്ടെ. നീ അതൊന്നും ഗൗനിക്കണ്ട. നിന്റെ കൂടെ ഞാനില്ലേ? നീ അത് മാത്രം ആലോചിച്ചാൽ മതി. നീ വിഷമിക്കാതിരിക്കേ. നമുക്കും നല്ലൊരു കുഞ്ഞിനെ ദൈവം തരും. അപ്പൊ ഇനി കരഞ്ഞ് വിഷമിക്കരുത് കേട്ടോ. ഞാനില്ലേടി നിന്റെ കൂടെ. ശരിയാ, ഞാൻ പിന്നെ വിളിക്കാം.